ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ കൂടി നമുക്കും ചേരുകയാണ്. അനിൽകുമാർ, അല്പം മുമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ VD സതീശന്റെ വർഗീയ നിലപാടുകളെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ നാവായി VD സതീശൻ മാറുന്നു എന്നതാണ് പറഞ്ഞത്. ഇതിന് പ്രതികരണമെടുക്കാൻ ചോദിച്ച കൈരളിയോടായിരുന്നു VD സതീശന്റെ കയർക്കൽ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണോ എന്ന ചോദ്യത്തോട് കൃത്യമായി മറുപടി പറയാതെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തങ്ങൾക്കുണ്ട്, അതിന് മാത്രമല്ല ഹിറ സെന്ററിൽ പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ എന്ന് മറുചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. ഏതായാലും വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നാവായി കോൺഗ്രസ് മാറുന്നു, VD സതീശൻ മാറുന്നു എന്ന് പറയുന്ന കാര്യം, അതിന് കൃത്യമായ മറുപടി പറയാൻ സതീശന് കഴിയുന്നില്ല. എങ്ങനെ പ്രതികരിക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ അതോടൊപ്പം തന്നെ VD സതീശന്റെ പ്രതികരണങ്ങളെ? വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ ഉന്നയിക്കുന്ന വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം VD സതീശന്റെ ഇരട്ടത്താപ്പാണ്. KM ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി തുടർച്ചയായ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു. ആ വിദ്വേഷ പ്രസംഗങ്ങളിൽ UDF അധികാരത്തിൽ വരുന്നത് മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനാണ്, അത് മതത്തിന്റെ താല്പര്യമാണ് എന്ന് ദുബായിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് VD സതീശൻ മറുപടി പറഞ്ഞ് കേട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഏകപക്ഷീയമായി ഒരു വർഗീയതയുടെ നാവായി VD സതീശൻ മാറുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി മതനിരപേക്ഷമാണ്, അല്ലെങ്കിൽ അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചവരാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അപ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനിടയായത് എന്ന് കാന്തപുരം മുസ്ലിയാരുടെ ഉച്ച അനുയായികൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതിന് കാരണം എന്താണ്? ബഹുമാനായ കാന്തപുരം മുന്നോട്ട് നയിച്ച മാനവിക കേരളീയ യാത്ര, ആ യാത്രയുടെ സമാപനത്തിൽ നടത്തിയ അനുചിതമായ അനിൽകുമാർ, താങ്കളിലേക്ക് മടങ്ങി